Hi friends, welcome to Aisha's Creations. ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കട്ട്ലൈറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ കട്ട്ലൈറ്റ് തയ്യാറാക്കാനായിട്ട് ഇറച്ചിയോ മീനോ മുട്ട ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് കുറച്ച് റവ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ കട്ട്ലൈറ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു പകുതി സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റും കൂടെ ചേർക്കാം. അപ്പോൾ ക്യാരറ്റ് ഒരു പകുതി ക്യാരറ്റ് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ പൊടിയായിട്ട് അരിഞ്ഞ വേറെ പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കട്ടെ. അതായത് ബീൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേണ്ടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഒരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളം നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് റവ ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സാക്കി എടുക്കണം. 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളമാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അത് വറുത്തതോ വറുക്കാത്തോ എങ്ങനത്തെ റവയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനിയിത് നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കിയതിന് ശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് വേണ്ടിയിട്ടുള്ളൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കടലമാവാണ് എടുത്തിരിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ലൂസായിട്ടുള്ള ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. ഒരുപാട് തിക്കാവണ്ട, ഇതൊന്ന് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള മാത്രമാണ്. കണ്ടില്ലേ, ഇത് ഇതുപോലെ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച റവ ഉണ്ടല്ലോ, അതിൽ നിന്നും ഇതുപോലെ ഓരോ ഉരുളകളായിട്ട് എടുത്തിട്ട് നമുക്കത് കട്ട്ലൈറ്റിൻ്റെ ഷേപ്പിലൊന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഈ റവയുടെ അപ്പത്തിന് കുറച്ചൊന്ന് ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് ഇതുപോലെ ഉരുളകളാക്കി ആക്കി എടുക്കുന്നത്. എന്നിട്ട് കട്ട്ലൈറ്റിൻ്റെ ഷേപ്പിലാക്കിയത് നമുക്ക് ഈ ഒരു കടലമാവിൻ്റെ ആ ഒരു മിക്സിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കാം. അങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാതും ഇതുപോലെ തന്നെ നമുക്ക് റോൾ ചെയ്തെടുത്ത് വയ്ക്കാം. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ പച്ചക്കറികളൊക്കെ ഏത് വേണമെങ്കിലും ചേർക്കാം. അതുപോലെ പച്ചമുളകൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കണതുകൊണ്ടാണ് പച്ചമുളകൊന്നും ചേർക്കാണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് എല്ലാതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. കാരണം ഇത് ഓൾറെഡി കുക്കായതാണ്. പിന്നെ ബ്രെഡ് ക്രംസ് ഒക്കെ അല്ലേ, അപ്പോൾ പിന്നെ വേറെ പ്രത്യേകിച്ച് കുക്ക് ചെയ്യാനൊന്നുള്ളതൊന്നുമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് പയ്യൊന്ന് കളറൊക്കെ നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആയി കഴിയുമ്പോൾ നമുക്കിത് കോരിയെടുക്കാവുന്നതേ ഉള്ളൂ. തിരിച്ചും മറിച്ചു വിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതായത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ടൊമാറ്റോ സോസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. 4 മണി പലഹാരമൊക്കെ ആയിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻ.